ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ചാപ്റ്ററിൽ പുതിയതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സസൈസ് വീഡിയോയും അതുപോലെ തന്നെ എക്സാമ്പിൾസും പ്രാക്ടീസും എല്ലാം നമ്മൾ വേറെ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്പേഴ്സ് പഠിച്ചു തുടങ്ങിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആദ്യമായിട്ട് നമ്മൾ 1, 2, 3 എന്ന് പഠിച്ചു തുടങ്ങി. അതിന് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ ആ നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പേര് വിളിക്കാൻ തുടങ്ങി അല്ലേ. കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആയപ്പോൾ നമ്മൾ പേരൊക്കെ ഒന്ന് സ്റ്റൈലാക്കി നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അതിന് നമുക്ക് N എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും ആണ്. എങ്ങനെയാണ് ഒരു നമ്പർ ലൈനിൽ നാച്ചുറൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇതൊരു നമ്പർ ലൈനാണ്. ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണുള്ളത്. ഇവിടെ നമ്മുടെ അടുത്ത് 12 എന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 12ൻ്റെ അവിടെ ഒരു റൗണ്ട് കൊടുത്തിട്ട് ഇത് 12 ആണെന്ന് കാണിക്കാം അല്ലേ. ഇനി നമ്മുടെ അടുത്ത് 6 ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞതെങ്കിലോ 6 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ ഒന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചതാണ് ഹോൾ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ 0 കൂടെ വരുമ്പോൾ നമ്മളതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചു. അതിനെ നമ്മൾ W എന്ന് ഡിനോട്ട് ചെയ്തു. നമ്പർ ലൈനിൽ നമുക്ക് ഇതും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 0 കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നമ്പേഴ്സ് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 3 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3 ഇവിടെ അങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചു. 0 കാണിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കാണിച്ചു? ഇത്രയേ ഉള്ളൂ. ഇതിലൊന്നും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എല്ലാ ഹോൾ നമ്പേഴ്സും ഉണ്ട്. 0, 1, 2, 3 അങ്ങനെ ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും Z എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ നമ്പർ ലൈൻ. ഈ നമ്പർ ലൈനിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? ഇത് ഒറിജിനാണ്. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് -6 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിവിടെ -6 ഉള്ള ഭാഗത്തൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ 3 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3 ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റേഷണൽ നമ്പർ എന്ന് പറയും. വേർ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0. ഇവിടെ ഇത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാനായിട്ട് പറയാം. 2/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 2/3 ഒരു റേഷണൽ നമ്പർ ആണോ? ആണ് അല്ലേ. P/Q എന്ന ഫോമിലാണ്. ഇതിൻ്റെ ഈ ഡിനോമിനേറ്റർ 0 അല്ല. അതുകൊണ്ട് ഇതൊരു റേഷണൽ നമ്പറാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഏത് പോസിറ്റീവ് നമ്പേഴ്സ് എഴുതിയാലും ഏത് നെഗറ്റീവ് നമ്പേഴ്സ് എഴുതിയാലും ഫ്രാക്ഷൻസ് എഴുതി കഴിഞ്ഞാലും റേഷണൽ നമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ 8 എന്ന് എഴുതി. 8 റേഷണൽ നമ്പർ ആണോ? ആണ് അല്ലേ. 8നെ നമുക്ക് 8/1 എന്ന് എഴുതാം. 0 റേഷണൽ നമ്പർ ആണോ? ആണ്. 0/1 എന്ന് എഴുതാം. 100 റേഷണൽ നമ്പർ ആണോ? ആണ്. 100/1 എന്ന് എഴുതാം. ആകെ റേഷണൽ നമ്പേഴ്സ് ആവാതിരിക്കുന്നത് ആരാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകൾ വേർ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അതായത് നമ്മൾ 2/0 അങ്ങനെ ഒന്നും എഴുതില്ല. കാരണം എന്താ? 0 ആയിട്ടുള്ള ഡിവിഷൻ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് 2/0, 8/0 അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റേഷണൽ നമ്പർ അല്ല എന്നും പറയണം. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനി നമുക്ക് റേഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ ലൈന്. ഇതിൽ നമുക്ക് 4/5 എങ്ങനെ കാണിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ 0 മുതൽ മാർക്ക് ചെയ്യാം. നെഗറ്റീവ് നമ്പറിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ 0 മുതൽ നമ്മൾ 1, 2 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്ര വേണമെങ്കിലും. ഇവിടെ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. അതുകൊണ്ട് തന്നെ 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും ഈ റേഷണൽ നമ്പർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണോ അത്രയും പീസസ് ആയിട്ട് നമ്മൾ ഓരോ യൂണിറ്റിനെയും കട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 0 മുതൽ 1 വരെ 5 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1, 2, 3, 4, 5. ഇനി 1 മുതൽ 2 വരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതി കൊടുക്കാം. 1/5, 2/5, 3/5, 4/5.
ഇവിടെ 5/5 ആയിരിക്കും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അടുത്ത് 4/5 ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഗ്രേഡ് 8ലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 റേഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. 2 റേഷണൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിനിടയിലുള്ള റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്കത് സോൾവ് ചെയ്യാം. ഹൗ മെനി റേഷണൽ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 3/5 ആൻഡ് 9/5? അപ്പോൾ നമുക്കിവിടെ 3/5ഉം 9/5ഉം എഴുതി കൊടുക്കാം. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. എപ്പോഴും നമ്മൾ ഈ ഫ്രാക്ഷൻസ് കിട്ടുന്ന സമയത്ത് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസ് കുറച്ച് ഈസിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, 3/5 കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമുക്ക് 4/5 എഴുതാം, പിന്നെ 5/5 എഴുതാം, പിന്നെ 6/5, 7/5, 8/5, 9/5. എത്ര എണ്ണം കിട്ടി? ഇപ്പോൾ നമുക്ക് 3/5ഉം 9/5ഉം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. നമുക്ക് 1, 2, 3, 4, 5 റേഷണൽ നമ്പേഴ്സ് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 4/5. ഈ 5/5നെ 5ഉം 5ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ? ഇവിടെ 1, ഇവിടെ 1, 1/1 എന്ന് പറയുമ്പോൾ 1 ആണ്. അങ്ങനെ എഴുതാം. 6/5 എഴുതാം, 7/5 ആൻഡ് 8/5. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചത് ഹൗ മെനി റേഷണൽ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 3/5 ആൻഡ് 9/5 ആണ്. നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 1, 2, 3, 4, 5 എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോക്കൂ, ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 4/5 ആൻഡ് 8/5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും എഴുതി നോക്കാം. 4/5ഉം 8/5ഉം ആണ് നമുക്കുള്ളത്. ഇതിനിടയിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് അനുസരിച്ച് നോക്കിയാൽ എത്ര റേഷണൽ നമ്പേഴ്സ് കിട്ടുമെന്ന് നോക്കാം. 4/5 കഴിഞ്ഞാൽ 5/5 ഉണ്ട്, 6/5 ഉണ്ട്, 7/5 ഉണ്ട്, 8/5. ആകെ 3 റേഷണൽ നമ്പേഴ്സേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ കൂട്ടുകാരെ? ഡിനോമിനേറ്ററിനെ ഒന്ന് വലുതാക്കാം. ഡിനോമിനേറ്ററിനെ വലുതാക്കുമ്പോൾ അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെ വലുതാക്കണം കേട്ടോ, അതല്ലെങ്കിൽ വാല്യൂസൊക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് 4/5 ഇവിടെ എഴുതി. നമ്മുടെ അടുത്ത് 10 റേഷണൽ നമ്പേഴ്സ് വേണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയൊരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കിതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 നമ്പേഴ്സ് കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ. 4/5ൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 40/50 എന്ന് കിട്ടി. 8/5 അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഇതിന് എനിക്ക് 80/50 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, 40/50യുടെയും 80/50യുടെയും ഇടയിലായിട്ട് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കാം. 40/50 കഴിഞ്ഞാൽ പിന്നെ 41/50, 42/50, 43/50, 44/50, 45/50, 46/50, 47/50, 48/50, 49/50, 50/50, 51/50, 52/50, അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം അല്ലേ? ഏത് വരെ എഴുതാം? നമുക്ക് 80/50 ആവുന്ന വരെ എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ആകെ എത്ര നമ്പേഴ്സാണ് വേണ്ടത്? 10 നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് അത് കൗണ്ട് ചെയ്യാം. ഇത് രണ്ടും അല്ലാതെ 10 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും 10 റേഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. അത്രയേ ഉള്ളൂ കൂട്ടുകാരെ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര റേഷണൽ നമ്പേഴ്സ് വേണോ അതിനനുസരിച്ച് വലിയ നമ്പറുകൾ യൂസ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിലാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് സെയിം അല്ലാത്ത കേസ് ഉണ്ട്, അതൊന്ന് നോക്കാം. ഫൈൻഡ് ദ റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/2 ആൻഡ് 2/3. നോക്കൂ, 1/2 എഴുതി ഞാൻ, 2/3 എഴുതി. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ LCM കാണാം. ഇതിൻ്റെ LCM കാണാനായിട്ട് നമുക്ക്
2 × 3 = 6 ചെയ്താൽ മതി. സാധാരണ നമ്മൾ LCM കാണുന്നത് 2ഉം 3ഉം ഇങ്ങനെ എഴുതി ഡിവൈഡ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 ടൈം, 3 താഴോട്ട് വന്നു, പിന്നെ 3 ഇവിടെ എഴുതി, 1 1 എഴുതി, 2 × 3 6. സെയിം കാര്യം തന്നെയല്ലേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 6 ആവണമെങ്കിൽ × 3 ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ന്യൂമറേറ്ററിനും × 3 കൊടുക്കണം. ഇതിന് നമുക്ക് അതുപോലെ ചെയ്യാം. ഇത് 6 ആവാൻ × 2 ആണ് ചെയ്യേണ്ടത്. ഈ ന്യൂമറേറ്ററും 2 ആയിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 is 3, 2 × 3 is 6, 2 × 2 is 4 and 3 × 2 is 6. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും ഇടയിലുള്ള നമ്പേഴ്സ് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര നമ്പർ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. ഇതിന് നടുവിലുള്ള ഒരു റേഷണൽ നമ്പറാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഇതിന് രണ്ടിനും കൂടെ ആഡ് ചെയ്തിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 3/6 + 4/6 ÷ 2 ചെയ്താൽ മതി. അപ്പോൾ 3/6ഉം 4/6ഉം ചെയ്യുമ്പോൾ നമുക്ക് 7/6 കിട്ടും. ÷ 2 ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഈ 2വിനും ഒരു ഡിനോമിനേറ്ററിനെ കൊടുത്താൽ ഇതിൻ്റെ റെസിപ്രോക്കലായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7/6 × 1/2 എന്ന് വരും. അപ്പോൾ നമുക്ക് 7/12 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ബിറ്റ്വീനിലുള്ള നമ്പറാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തത്. അതായത് നമുക്ക് 2 നമ്പർ തന്നിട്ട് അതിൻ്റെ മിഡിലുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ 2ഉം 4ഉം ആണെന്ന് വിചാരിക്കുക. നമ്മൾ 2 + 4/2 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലുള്ള നമ്പർ കിട്ടും. അതായത് 2 + 4 6 ആണ്. അപ്പോൾ 6/2 ചെയ്യാം. 6/2 = 3 ആണല്ലോ. 2വിനും 4നും മിഡിലുള്ള നമ്പറല്ലേ 3. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കാൽക്കുലേഷൻ ചെയ്തത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ സൊല്യൂഷനൊക്കെ മനസ്സിലായല്ലോ കൂട്ടുകാരെ. പക്ഷെ നമ്മുടെ അടുത്ത് റേഷണൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്പർ എന്നല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നമ്പേഴ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു നമ്പർ ചോദിച്ചാൽ ഈ ഒരു മെത്തേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതിന് നമുക്കൊരു 5 റേഷണൽ നമ്പേഴ്സോ 6ഓ 10ഓ എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ. ഫൈൻഡ് ദ റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/2 and 2/3 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്പേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് 3/6നെ ഒരു 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ 4/6നെ അതുപോലെ തന്നെ ചെയ്യാം. 4 × 10 6 × 10 കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 30/60ഉം 40/60ഉമാണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള റേഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാം. 31/60, 32/60, 33/60, 34/60, 35/60, 36/60, 37/60, 38/60, 89/60. അപ്പോൾ നമുക്ക് ഈ ആൻസർ എഴുതി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇറേഷണൽ നമ്പേഴ്സാണ്. ഇറേഷണൽ നമ്പർ എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇറേഷണൽ നമ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലാണ് കേട്ടോ. നമ്പർ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കാര്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഇറേഷണൽ നമ്പേഴ്സാണ്. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഈ ഗ്രേഡിൽ. ഇതുവരെ നമ്മൾ പറഞ്ഞത് നാച്ചുറൽ നമ്പർ വന്നു, പിന്നെ ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 0 കൂടെ ആയപ്പോൾ ഹോൾ നമ്പർ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൈനസ് നമ്പറും കൂടെ വന്നപ്പോൾ അത് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡെസിമൽസും ഫ്രാക്ഷൻസും ഒക്കെ വന്നപ്പോൾ അതിന് നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും കൂടെ വരുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഫോർ ഇറേഷണൽ നമ്പർ ഏതൊക്കെ ആയിരിക്കും? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേർ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത്? എല്ലാ നമ്പറിനെയും നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ √2, √5, പൈ. അപ്പോൾ √2, √5 ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ റൂട്ട് നമ്പേഴ്സും
ഇറേഷണൽ നമ്പേഴ്സ് ആയിരിക്കണം. √4 ആണെങ്കിൽ അതിന് നമുക്ക് √2 എന്ന് എഴുതാം. √2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. √2 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇത് √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, അത് 2 തന്നെയാണ്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഇറേഷണൽ നമ്പേഴ്സ് അല്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്ത നമ്പേഴ്സാണ് ഇറേഷണൽ നമ്പേഴ്സ് കേട്ടോ. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളിവിടെ ഇപ്പോൾ പൈ കണ്ടു അല്ലേ. പൈയുടെ വാല്യൂ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 22/7 അല്ലേ, അത് p/q ഫോം അല്ലേ എന്ന് വിചാരിച്ചില്ലേ. ഇപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് 22നെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. 22 / 7 എന്ത് പറ്റും? 22-ൽ എത്ര സെവൻസ് ഉണ്ട്? 3 sevens അല്ലേ. 3 sevens are 21 ആണ്. 2 - 1 is 1. 2 - 2 is 0. നമ്മൾ ഡെസിമൽ ഇവിടെ കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. 10-ൽ എത്ര 7 ഉണ്ട് നോക്കി. 1 7 is 7. വീണ്ടും 3 കിട്ടി ഇവിടെ. വീണ്ടും നമുക്കിത് 30 ആക്കി. 30-ൽ എത്ര സെവൻസ് ഉണ്ട് നോക്കി. 4 ആണ്. 4 sevens are 28. പിന്നെ ഇവിടെ 2 കിട്ടി. 20 ആയി. 20-ൽ 7. 2 times 2 sevens are 14. വീണ്ടും 6 ആയി. ഇതെങ്ങനെ നിൽക്കാതെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഈ 22/7 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. റേഷണൽ നമ്പർ അല്ല, ഇറേഷണൽ നമ്പറാണ് കേട്ടോ. പിന്നെ 3.14 നമ്മൾ എടുക്കാറുണ്ട് പൈയുടെ വാല്യൂ ആയിട്ട്. ഇതും നമ്മൾ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി ബാക്കിയുള്ള എല്ലാ ഡെസിമൽസിനെയും കളഞ്ഞിട്ട് ഇതിനെ മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്കൊരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ റേഷണൽ ആണോ ഇറേഷണൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കാം. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും കൂടുമ്പോഴാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റേഷണൽ നമ്പേഴ്സിൻ്റെയും ഇറേഷണൽ നമ്പേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇതിൽ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നുണ്ട്. റേഷണൽ നമ്പേഴ്സിൻ്റെ ഇറേഷണൽ നമ്പേഴ്സിൻ്റെ എല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് റേഷണൽ നമ്പറാണോ ഇറേഷണൽ നമ്പറാണോ എന്ന്. നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ടെർമിനേറ്റിംഗ് ഡെസിമൽസ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽസ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽസ്. ഇങ്ങനെ 3 kinds ഓഫ് ഡെസിമൽസ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടും. ഈ റിപ്പീറ്റിംഗ് ഡെസിമൽസിന് നമുക്ക് റിക്കറിംഗ് എന്നും കൂടെ പറയാം. നോൺ റിപ്പീറ്റിങ്ങിനെ നോൺ റിക്കറിംഗ് എന്നും പറയാം. 2 ടേമും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് നോക്കാം നമുക്ക്. അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാം. ഞാനിവിടെ 1/2 എന്നെടുത്തിട്ടുണ്ട്. 1 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1-ൽ 2 ഇല്ലല്ലോ. എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ ഒരു ഡെസിമൽ കൊടുത്തു, ഇവിടെ ഡെസിമൽ കൊടുത്തു, എന്നിട്ട് 1 കഴിഞ്ഞിട്ട് നമ്മളൊരു 0 കൊടുത്തു. 10-ൽ 2 എത്രയുണ്ടെന്ന് നോക്കി. അപ്പോൾ 5 ആണ്. 5 2s are 10. അത് എഴുതി. 10 - 10 0. ഇങ്ങനെ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഇവിടെ അവസാനിച്ചു. നമുക്കൊരു ആൻസർ ഇവിടെ കിട്ടി. റിമൈൻഡർ 0 ആയി. കുറച്ച് സ്റ്റെപ്സ് കഴിയുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 0 ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടി. ഇതവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഡിവിഷൻ അവിടെ എൻഡ് ആവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയാം. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന, ഇപ്പോൾ നമ്മൾ ഇതിന് പകരം നമുക്ക് 20/4 നോക്കാം. 20/4 എന്ന് പറയുമ്പോൾ 20-ൽ 4 5 times ആണ്. 5 4s are 20. 20 - 20 0. കണ്ടോ, റിമൈൻഡർ 0 ആയി വന്നു. നമ്മുടെ ആ ഡിവിഷൻ അവിടെ എൻഡായി. ഇങ്ങനെ എൻഡ് ആവുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. മനസ്സിലായില്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അടുത്തത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ഡെസിമൽസ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ അത് നോക്കാം. 10/3. അപ്പോൾ 10-നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 3s are 9. 10 - 9 is 1. ഇവിടെ ഡെസിമൽ കൊടുത്തു, ഇവിടെ ഡെസിമൽ കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു. 10-ൽ 3 വീണ്ടും 3 times. 3 3s are 9. വീണ്ടും 10 - 9 1. ഇവിടെ 0 കൊടുത്തു. 10-ൽ 3 3 times. നമുക്ക് വീണ്ടും 10. അപ്പോൾ വീണ്ടും 3. അങ്ങനെ ഈ 3 ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3.333 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുമ്പോൾ
ഇവിടെ ഈ 3 ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ നമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയി പോകുന്നവരെ നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയും. പിന്നെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിക്കറിങ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ഡെസിമലാണ്. മനസ്സിലായോ ശരിക്കും? ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ആ എക്സാമ്പിൾ കൂടെ നോക്കാം. 1.454545 ഇതിങ്ങനെ ഈ 4545 അങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു പാറ്റേൺ ഉണ്ട്, 4545 റിപ്പീറ്റ് ആവുന്നുണ്ട്, ഇത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിങ് ഡെസിമൽ എന്ന് വിളിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂട്ടുകാരെ, ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആകുന്നത് 3.3 കഴിഞ്ഞിട്ട് 333 തന്നെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 എഴുതിയിട്ട് അതിൻ്റെ മേലെ ഒരു ബാറ് കൊടുത്താൽ മതി. ഇവിടെ ഈ ബാറ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ 3 ആണ് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്, അത് അവസാനിക്കുന്നില്ല എന്ന് കാണിക്കാനാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 1.45 എന്ന് എഴുതിയിട്ട് 4നും 5നും ബാറ് കൊടുക്കണം. 4ഉം 5ഉം റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ഡെസിമൽസ് എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ഡെസിമൽസ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. 2.34765 ഒരു പാറ്റേൺ ഒന്നും നമ്മൾ കണ്ടില്ല, കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡെസിമൽസിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പൈയുടെ വാല്യൂ ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെയുള്ള ഡെസിമൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കൺക്ലൂഷനിലെത്തിയത്? ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. റേഷണൽ നമ്പർ ആണെങ്കിൽ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിങ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ റിമൈൻഡർ 0 ആയിട്ട് വന്നിട്ട് അത് അവസാനിച്ചതും ഇതിങ്ങനെ കണ്ടിന്യൂ ഒരേ പാറ്റേണിൽ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയതും. ഇനി നമുക്ക് ഇറേഷണൽ നമ്പർ ആണെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ആയിരിക്കും. അതിപ്പോൾ √2ൻ്റെ വാല്യൂ ആണെങ്കിൽ നോക്കൂ, ഇവിടെ 1.41421356 അങ്ങനെ പോകുന്നു. എങ്ങനെയാണ് √2ൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം എന്താണ് ഇറേഷണൽ നമ്പർ എന്നും റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇവിടെ എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് 3.1426 ഈസ് എ റേഷണൽ നമ്പർ. എന്താണ് റേഷണൽ നമ്പർ? റേഷണൽ നമ്പർ ആണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റണം. ഇതെങ്ങനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും? ആദ്യം തന്നെ ഇതിൻ്റെ ഡെസിമൽ കളഞ്ഞു കൊടുക്കണം അല്ലേ. 3.1426 ഉണ്ട്, ഇതിൻ്റെ ഡെസിമൽസ് കളയാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. 3.1426നെ ഞാൻ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10,000 കൊണ്ട് ഡിവൈഡും ചെയ്തു. എങ്ങനെയാണ് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്? ഇവിടെ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്, നമുക്കിവിടെ 4 zeros ഉള്ള നമ്പറായിട്ട് വേണം ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് പോകാനായിട്ട്. പിന്നെ ഏത് നമ്പറിനാണെങ്കിലും നമ്മൾ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 3.1426നെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെസിമൽസ് പോയല്ലോ. 31426 31,426 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 10,000. ഇപ്പോൾ ഇത് എന്ത് ഫോമിലാണ് ഉള്ളത്? നമ്മുടെ P/Q ഫോമായില്ലേ. അപ്പോൾ ഇത് റേഷണൽ നമ്പർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഒരു നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്താണ്? റേഷണൽ നമ്പറാണ്. ഇനി അടുത്തത്, ഷോ ദാറ്റ് ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 14/11 ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 14/11നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 14 ഡിവൈഡഡ് ബൈ 11. 14ൽ 11 1 ടൈം, 1 into 11 is 11. 4 minus 1 is 3, 1 minus 1 is 0. ഡെസിമൽ കൊടുക്കാം നമുക്ക്. 30ൽ എത്ര 11 ഉണ്ടെന്ന് നോക്കാം. 2 into 11 is 22. ഇവിടെ നമുക്ക് 8 കിട്ടുന്നു. 80ൽ എത്ര 11 ഉണ്ടെന്ന് നോക്കാം. 7 11s are 77. നമുക്ക് 3 കിട്ടുന്നു. ഇനി 0 കൊടുക്കാം. 30ൽ 11 2 times, 2 11s are
22, നമുക്ക് 8 കിട്ടുന്നു, 80 കൊടുക്കുന്നു, 80ൽ 11, 7 ടൈംസ് 7 11s are 77. ഇവിടെ 3 വരുന്നു, കണ്ടോ കൂട്ടുകാരെ, ഇവിടെ 27 27 ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 14/11 ഈക്വൽസ് ടു 1.2727 റിപ്പീറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം, 1.27 ബാർ കൊടുക്കാം. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണല്ലോ, ഇങ്ങനെ കണ്ടിന്യൂ നിൽക്കാതെ പോകുന്നുണ്ട് അല്ലേ, ഒരേ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് പ്രൂവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറേഷണൽ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻഡിജേഴ്സും റേഷണൽ നമ്പറും എല്ലാം നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. ഇവിടെ ഒരു ഇറേഷണൽ നമ്പറിനെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാം. അതിന് ഞാൻ എക്സാമ്പിളായിട്ട് √x എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂട്ടിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ തരാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ലൈനിൽ √x മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്തത്, ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എക്സ് യൂണിറ്റിൽ 2 പോയിൻറ്റ്സ് കൊടുത്തു. ഞാൻ ഇതിന് പേര് എ എന്നും ബി എന്നും കൊടുത്തു. എന്നിട്ട് ബിയിൽ നിന്നും 1 യൂണിറ്റിൽ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, അതിന് ഞാൻ സി എന്ന് പേര് കൊടുത്തു. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഈ റൂട്ടിനകത്ത് ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ അത്രയും സെൻറ്റിമീറ്ററുകളായിരിക്കും ഇവിടെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഇത് എക്സ് യൂണിറ്റ് ആണ്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് യൂണിറ്റ്, ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എ സി എന്ന ലൈനിൻ്റെ മിഡിൽ പോയിന്റ് കാണണം നമുക്ക്. അപ്പോൾ മിഡിൽ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതിൻ്റെ മിഡിലിൽ ഒരു പോയിന്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം, കോമ്പസ് യൂസ് ചെയ്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് നമുക്ക് പകുതിയിൽ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് കൊടുക്കാം. അതുപോലെ താഴെ ആർക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടും നമുക്ക് ആർക്ക് കൊടുക്കാം. അവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അത്ര സ്ട്രെയിറ്റ് ഒന്നും ആയിട്ട് വരുന്നില്ല കേട്ടോ കൂട്ടുകാരെ. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് ഈ ആർക്കിൻ്റെ ഈ 2 പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നമ്മുടെ ഈ ലൈനിൽ വന്ന് തട്ടുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കോമ്പസ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കോമ്പസ് യൂസ് ചെയ്താൽ മതി. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ഒരു ഹാഫിൽ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ താഴെയും വരച്ചു കൊടുക്കുക. അത് സിയിലും കുത്തിയിട്ട് അതുപോലെ ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക. ആ 2 ആർക്കുകളും കൂടി ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റുകളെ ചേർത്തൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈന് ഇവിടെ വന്ന് തട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ഈ പോയിന്റ് ആയിരിക്കും മിഡിൽ. ഈ പോയിന്റിന് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എ ഒ എടുക്കാം. നമുക്ക് എ ഒയുടെ ഡിസ്റ്റൻസ് നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് ഓയിൽ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് സി വരെ വരച്ചു കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യം എ ബി എഴുതുമ്പോൾ ഒരു പോയിന്റ് ഇവിടെ ലൈനിൽ കൊടുത്തിട്ടില്ലേ, ബി എന്ന പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ബിയിൽ നിന്ന് ഇവിടെ നമ്മൾ വരച്ച ഈ ആർക്കിൽ തട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ √x എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇത് ഏതും ആവാം. √x എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ കൂട്ടുകാരെ? ഇവിടെ എനിക്ക് വരയ്ക്കാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത് കൂട്ടുകാരെ? ആദ്യം ഒരു ലൈൻ വരച്ചു. ലൈനിൽ ഇവിടെ √x ആയതുകൊണ്ട് എക്സ് യൂണിറ്റിൽ 2 പോയിൻറ്റ്സ് കൊടുത്തു. നമ്മൾ അതിന് എ ബി എന്ന് പേര് കൊടുത്തു. ബിയിൽ നിന്നും 1 യൂണിറ്റിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിന് സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് കോമ്പസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ മിഡിൽ പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്തു. സ്കെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ അതിൻ്റെ മിഡിലിൽ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ ഒ എന്ന് പേര് കൊടുത്തു. എ ഒ എന്ന ഡിസ്റ്റൻസ് എടുത്തിട്ട് ഓയിൽ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ എ മുതൽ സി വരെ ഒരു ആർക്ക് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ബി എന്ന പോയിന്റിലോട്ട് ഇങ്ങനെ ഇവിടെ ഒരു വര വരച്ചു. ഇതാണ് നമ്മുടെ √x.
മനസ്സിലായല്ലോ? ഇനി ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഞാനിതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് √2 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാനുള്ളത്. ആദ്യം അറിയേണ്ടത് പൈത്തഗോറസ് തിയറാണ്. പൈത്തഗോറസ് തിയറം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഓർമ്മ വരാനായിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നതാണ് ഈ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിന് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഞാൻ ABO എന്ന് പേര് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഭാഗത്തിന് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കാം. അതുപോലെ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം. ഇത് ഇവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് √2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് 2 = 1 + 1 എന്ന് എഴുതാമല്ലോ. ഇതിനെ തന്നെ നമുക്ക് 2 = 1² + 1² എന്ന് എഴുതാം അല്ലേ? വാല്യൂസ് ഒന്നും മാറിയിട്ടില്ല. ഇതിനെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 1² ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 2വിനെ ഇങ്ങനെ സ്ക്വയർ ചെയ്യാനായിട്ട് 2² കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഇവിടെ 2² കൊടുത്താൽ ഇത് 4 ആയി മാറും. അപ്പോൾ വാല്യൂ മാറും. 2വിനെ നമുക്ക് ഇതേ വാല്യൂയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം? √2² എന്ന് കൊടുത്താൽ അത് 2 ആണല്ലോ അല്ലേ? = 1² + 1² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരാനാണെങ്കിൽ h² = a² + b². ഇവിടെ h²ൻ്റെ പൊസിഷനിൽ √2² ആണ്. അപ്പോൾ നമുക്ക് h = എന്തായിരിക്കും? √2 ആയിരിക്കും. ഈ ഒരു തിയറി മനസ്സിൽ വെക്കണം. നമുക്ക് എങ്ങനെയാണത് കിട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനിനിപ്പോൾ നമ്പർ പ്ലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് വെച്ച് വേണം നമ്മൾ നമ്പർ ലൈനിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഒറിജിനാണ്. ഇവിടെ ഓയിൽ നിന്ന് 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് കൊടുത്തു. ഞാൻ A എന്ന് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 1 യൂണിറ്റ് ഡിസ്റ്റൻസ് തന്നെ ഞാൻ മേലെ നിന്ന് ഇങ്ങോട്ടും പെർപെൻഡിക്കുലറായിട്ട് കൊടുത്തു. ഈ പെർപെൻഡിക്കുലർ നമുക്ക് കോമ്പസ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്താലും മതി. കോമ്പസ് യൂസ് ചെയ്യണം എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇത് 1 യൂണിറ്റ് ആണ്, ഇതും 1 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ 2 സൈഡും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്തായി? ഇവിടെ 1 യൂണിറ്റ്, ഇവിടെ 1 യൂണിറ്റ്, ഇവിടെ √2 എന്ന് കിട്ടി. ഇതെങ്ങനെ കിട്ടിയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡാണ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. h² = a² + b² എന്നായിരുന്നു. ഇതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം. 2വിന് നമ്മൾ 1 + 1 എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് 2 = 1 + 1 എന്ന് എഴുതി. നമ്മൾ ഈ 1നെ 2നെ സ്ക്വയർ ചെയ്തു. 1² + 1² ചെയ്തു. വാല്യൂ ഒന്നും മാറിയിട്ടില്ല. ഇവിടെ ഒരു സ്ക്വയറുള്ള നമ്പർ കിട്ടുന്നെങ്കിൽ എന്താവും? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ ഫോമിലോട്ട് വരും. അതിനുവേണ്ടി നമ്മൾ 2വിനെ √2² എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് 1² + 1² എന്ന് എഴുതിയപ്പോൾ ഈ ഒരു ഫോമിലോട്ട് വന്നു. ഇപ്പോൾ നമുക്ക് 1² + 1² = √2² എന്ന് കിട്ടിയിട്ടുണ്ട്. 2 സൈഡുകളും നമ്മൾ 1 യൂണിറ്റ് എടുത്തു. അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് √2 കിട്ടി. പക്ഷേ നമ്പർ ലൈനിൽ √2 പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കോമ്പസ് എടുക്കുന്നു, ഇവിടെ കുത്തി ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ ഡിസ്റ്റൻസ് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ഈ ആർക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ നമ്പർ ലൈനിൽ തട്ടുന്ന ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ √2. മനസ്സിലായോ കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞു തരും കേട്ടോ. ഇതിലൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഇനി √3ഉം √5ഉം എല്ലാം മാർക്ക് ചെയ്യുന്നതുണ്ട്. അതൊക്കെ നമ്മൾ സൊല്യൂഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഡെസിമൽ എക്സ്പാൻഷൻ, ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ഒക്കെ പഠിച്ചു. അതിൽ ടെർമിനേറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ റിമൈൻഡർ 0 ആകുന്നത്,
നോൺ ടെർമിനേറ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് റിക്കറിങ് ഓർ റിപ്പീറ്റിംഗ് ആണ്, അടുത്തത് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റിക്കറിങ് ആണ്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റേഷണൽ നമ്പർ ആയിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണെങ്കിൽ അത് റേഷണൽ നമ്പർ ആയിരിക്കും കേട്ടോ. അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ, റിയൽ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സും വരുന്നുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പർ തുടങ്ങി നമ്മൾ പഠിച്ച ഇറേഷണൽ നമ്പർ വരെയുള്ള എല്ലാ നമ്പേഴ്സും കൂടുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. നമ്മളിവിടെ നോക്കുന്നത് റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പറും കൂടെയുള്ള അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എങ്ങനെയാണെന്നാണ്. അപ്പോൾ 3+√2 എന്നാണ് നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇറേഷണൽ ആണ് കേട്ടോ. അടുത്തത് 3√2 + 2√2. ഇതൊന്നും നമുക്ക് നോക്കാം. ഇത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ വേരിയബിൾസ് ആഡ് ചെയ്യുന്ന റൂൾ തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഇതിൽ ഈ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ വേരിയബിൾസ് പഠിക്കുമ്പോൾ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യില്ലേ, അതായത് ഇങ്ങനെ 2x + 3x എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2ഉം 3യും കൂടി ആഡ് ചെയ്തിട്ട് എക്സ് അതുപോലെ കൊടുക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും വേണ്ടത്. 3ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് √2 കൊടുത്താൽ മതി. അപ്പോൾ 5√2 എന്ന് കിട്ടും. പിന്നെ നമുക്ക് 7√3 + 5√2 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിന് റൂട്ടിനകത്തുള്ള 2 നമ്പേഴ്സും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് ഇത് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ 7 + 5 12 അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. 7√3 - 3√3 ആണെങ്കിലോ വേരിയബിൾസിൻ്റെ പോലെ തന്നെ 7 - 3 ചെയ്യുന്നു, അപ്പോൾ 4 കിട്ടും. √3 അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ √3 × √2 നോക്കാം ഒരു എക്സാമ്പിൾ. അപ്പോൾ √6 എന്ന ആൻസർ കിട്ടും നമുക്ക്. അടുത്തത് √3 × √5 ആണെങ്കിലോ നമുക്ക് √15 എന്ന് കിട്ടും. അത് നമുക്ക് റൂട്ടിനകത്ത് വേറെ നമ്പേഴ്സൊക്കെ ആണെങ്കിലും നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. 2√3 / 3√3. നമുക്ക് എന്ത് ചെയ്യാം, √3യും √3യും കട്ടായി പോവും. അപ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. മനസ്സിലായില്ലേ. അടുത്തത് 4√2 / 5√3 ആണ്. ഇത് ക്യാൻസലൊന്നും ചെയ്യാൻ പാടില്ല, ഇത് അങ്ങനെ തന്നെ എഴുതണം. ഒരേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വരുന്ന വേറൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് √15 / √3 എന്ന് തന്നിട്ടുണ്ടെന്ന് കരുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് √3 × √5 / √3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് √3യും കൂടി ക്യാൻസലായി പോയി, നമുക്ക് √5 എന്ന ആൻസർ കിട്ടും കേട്ടോ. മനസ്സിലായില്ല എല്ലാവർക്കും. ഇനി നമ്മൾ കൂടുതൽ എക്സാമ്പിൾസൊക്കെ വേറെ വീഡിയോസിൽ ചെയ്യും. ഇതിങ്ങനെ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഓരോ എക്സാമ്പിൾസ് എപ്പോൾ ചെയ്തിട്ടുള്ള നമുക്ക് ഇതിൻ്റെയൊക്കെ വേറെ വീഡിയോസ് ചെയ്യാം കേട്ടോ. Arithmetic operations between rational and irrational will give an irrational number. അപ്പോൾ നമ്മൾ ഒരു റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും കൂടിയിട്ട് ഏത് ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ ഇറേഷണൽ നമ്പർ ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 2 × √3 = 2√3. നോക്കൂ, 2 × √3 = 2√3. അപ്പോൾ കിട്ടിയ ആൻസർ എന്താ, നമ്മൾ റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്തായി വന്നു, ഇറേഷണൽ ആണ് അല്ലേ. ഇനി ഇറേഷണൽ ആൻഡ് ഇറേഷണൽ വിൽ ഗിവ് എ റേഷണൽ ഓർ ഇറേഷണൽ നമ്പർ. 2 ഇറേഷണൽ നമ്പറുകളുടെ ഓപ്പറേഷൻസിൽ കിട്ടുന്ന ആൻസർ റേഷണലും ആവാം ഇറേഷണലും ആവാം. അതിനുള്ള ഒരു എക്സാമ്പിളാണ് √3 × √3 = 3. ഇത് 2 ഇറേഷണൽ നമ്പേഴ്സ് ആയിരുന്നു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒരു റേഷണൽ നമ്പറാണ്. മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് ഐഡൻറ്റിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. ഇഫ് എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്, √AB = 2. അതായത് √AB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ √A × √B എന്ന് എഴുതാം. √A + B × √A - B. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി തന്നെയാണ്. A + B × A - B എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുമായിരുന്നത്, A² - B² എന്നായിരുന്നു അതിൻ്റെ ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് ഇത് √Aയും √Bയും ആണ്. അപ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്നത് √A² - √B² എന്ന ആൻസർ കിട്ടും.
റൂട്ട് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അതാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ, എ മൈനസ് ബി എന്ന്. പിന്നെ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതും സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ്, പക്ഷെ ഇവിടെ റൂട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ പ്ലസ് എയുടേത് എ സ്ക്വയർ കിട്ടി. റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി വരുമ്പോൾ ബി തന്നെയാണല്ലോ, അതങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് സെയിം തന്നെയാണ്. ഇവിടെ എക്ക് റൂട്ടില്ല, അതുകൊണ്ട് അതിനെ എ സ്ക്വയർ എന്ന് തന്നെ എഴുതി. റൂട്ട് ബി സ്ക്വയർ ആണ് പിന്നെ വരുന്നത്, റൂട്ട് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് എ സ്ക്വയർ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയറിന് ബി എന്ന് എഴുതാം അല്ലേ. അതുകൊണ്ടാണ് എ സ്ക്വയർ മൈനസ് ബി എന്ന് വന്നത്. ഇത് നമ്മുടെ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണിത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, എ ഇൻറ്റു സി എ ഇൻറ്റു ഡി ചെയ്യും, ബി ഇൻറ്റു സി ബി ഇൻറ്റു ഡി ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. റൂട്ട് എ ഇൻറ്റു റൂട്ട് സി ചെയ്തു, റൂട്ട് എ ഇൻറ്റു റൂട്ട് ഡി അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി റൂട്ട് ബി ഇൻറ്റു റൂട്ട് ഡി. ഇനി അടുത്തത് നോക്കൂ, റൂട്ട് എ പ്ലസ് റൂട്ട് ബി റൂട്ട് സി മൈനസ് റൂട്ട് ഡി. സെയിം കാര്യം തന്നെ, റൂട്ട് എ ഇൻറ്റു റൂട്ട് സി ചെയ്തു, പിന്നെ റൂട്ട് എ ഇൻറ്റു റൂട്ട് മൈനസ് ഡി, റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി റൂട്ട് ബി ഇൻറ്റു മൈനസ് റൂട്ട് ഡി. പിന്നെ അടുത്തത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന എ സ്ക്വയറിന് പകരം റൂട്ട് എ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇവിടെ എ വന്നത്. നമുക്ക് റൂട്ട് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ആണല്ലോ, പിന്നെ 2 ഇൻറ്റു റൂട്ട് എ ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ ആണ് ഇവിടെ ബി ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ കൂടുതലായിട്ട് സൊല്യൂഷൻ വീഡിയോസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും പിന്നെ ട്രൈ ദീസ് ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാറ്റിൻ്റെയും ഇൻഡിവിജ്വൽ വീഡിയോസും ചെയ്യാം. ഇത് വളരെ ലെങ്തി ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഒന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് നോക്കാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നാണ്. ഇതൊരു നമ്പർ വെച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. 2 റേസ് ടു 4 ഇൻറ്റു 2 റേസ് ടു 3 ഈക്വൽസ് ടു 2 റേസ് ടു 4 പ്ലസ് 3 ദാറ്റ് ഈസ് 2 റേസ് ടു 7 ഇങ്ങനെ എഴുതാം. അടുത്തതായിട്ട് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. ഇതിന് നമുക്ക് എ റേസ് ടു എം എൻ എന്നെഴുതാം. ഒരു എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാം. 4 റേസ് ടു 2 ഹോൾ റേസ് ടു 3 ഈക്വൽസ് ടു 4 റേസ് ടു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 4 റേസ് ടു 6. അടുത്തൊരു ലോ, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം മൈനസ് എൻ. ഇതിന് നമുക്ക് 2 റേസ് ടു 4 ബൈ 2 റേസ് ടു 2 ഈക്വൽസ് ടു 2 റേസ് ടു 4 മൈനസ് 2 ദാറ്റ് ഈസ് 2 റേസ് ടു 2. അടുത്ത ലോ, എ റേസ് ടു എം ബി റേസ് ടു എം ഈക്വൽസ് ടു എ ബി ഹോൾ റേസ് ടു എം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. 2 റേസ് ടു 2 ഇൻറ്റു 5 റേസ് ടു 2 ഈക്വൽസ് ടു 2 ഇൻറ്റു 5 ഹോൾ റേസ് ടു 2 ദാറ്റ് ഈസ് 10 റേസ് ടു 2. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആദ്യം മുതൽ പഠിച്ചത് മുതൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സൊല്യൂഷൻ വീഡിയോസ് ചെയ്യണം. എല്ലാ സൊല്യൂഷൻസും ചെയ്യുമ്പോൾ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻസ് തരാം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.